നമസ്കാരം. കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് മാതൃരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപത ഇന്ന് വത്തിക്കാനിൽ സ്വീകരണം നൽകും. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ അതിരൂപതയിലെ ബിഷപ്പുമാർ, വൈദികർ, കന്യാസ്ത്രീകൾ എന്നിവരടങ്ങുന്ന കൂട്ടായ്മയാണ് സ്വീകരണം നൽകുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് പ്രസന്റേഷൻ കോൺവെന്റിലാണ് സ്വീകരണം ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ സ്വീകരണം നൽകിയിരുന്നു. സഭയ്ക്ക് ലഭിച്ച പുതിയ രാജകുമാരനെ അത്യന്തം സ്നേഹവായ്പോടെയാണ് സഭ സ്വീകരിച്ചത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കുർബാനയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞാണ് സ്വീകരണം നൽകിയത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഇതിനു മുന്നോടിയായി സാന്റ അനസ്താസിയ ബസലിക്കയിൽ നിന്നുള്ള സിറോ മലബാർ ക്രമത്തിലുള്ള കുർബാനയും നടന്നു. ഇന്ത്യയിൽ നിന്നെത്തിയ സംഘവും വത്തിക്കാനിൽ നിന്നുള്ള സിറോ മലബാർ സഭ അംഗങ്ങളും വൈദികരും വിദ്യാർത്ഥികളും സമീപ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരും ഉൾപ്പെടെ 800ഓളം പേർ മാർ കൂവക്കാടിനോട് നാടിന്റെ സ്നേഹമറിയിക്കാൻ ഒത്തുചേർന്നു. കർദിനാളായി അഭിഷിക്തനായ ശേഷം ശനിയാഴ്ച രാത്രി മാർ കൂവക്കാട് മലയാളികൾ താമസിക്കുന്ന ഗസ്റ്റ് ഹോമിൽ എത്തിയിരുന്നു. പിതാവ് ജേക്കബ് വർഗീസ്, അമ്മ ത്രേസ്യാമ്മ എന്നിവർ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വവും വൈദികരും മറ്റും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കേക്ക് മുറിച്ച് അദ്ദേഹം സ്നേഹം പങ്കിട്ടു. സിറോ മലബാർ സഭയുടെ തനിമയ്ക്കും പാരമ്പര്യത്തിനും സാക്ഷ്യം വഹിച്ച സ്ഥാനാരോഹണ ചടങ്ങ് ഭക്തി നിർഭരമായിരുന്നു. കത്തോലിക്ക സഭയുടെ രാജകുമാരന്മാരുടെ പട്ടികയിലേക്ക് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉയർത്തപ്പെട്ടതിന് സാക്ഷിയാകാനും പുതിയ കർദിനാളിന് ആശംസ അർപ്പിക്കാനും ഒത്തുചേർന്ന സിറോ മലബാർ സഭ അംഗങ്ങൾ കുർബാനയിൽ പങ്കുചേർന്നു. സ്വീകരണങ്ങൾ ഒരുക്കിയും മാർത്തോമ നസ്രാണി പൈതൃകത്തിന്റെ ആഘോഷമാണ് വത്തിക്കാനിൽ നടത്തിയത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള മെത്രാൻ സംഘവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന സിറോ മലബാർ സഭ അംഗങ്ങളായ സന്യസ്തരും ഒത്തുചേർന്നാണ് മാർ കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം ചരിത്ര സംഭവമാക്കിയത്. നവ കർദിനാളിന്റെ മാതൃരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയലിന്റെ നേതൃത്വത്തിലെത്തിയ പ്രതിനിധി സംഘം പ്രാർത്ഥനാശംസകളുമായി ഒപ്പം ചേർന്നു.